ഹലോ, അൻവി ദ ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഉപ്പിലിട്ടത് തയ്യാറാക്കാം. വേറൊന്നുമല്ല, ഇന്നത്തെ സ്പെഷ്യൽ കാരയ്ക്കയാണ്. കാരയ്ക്ക ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കാരയ്ക്ക ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ സ്കൂളിലെ മുറ്റത്ത് ഒരു ചേട്ടനാണെങ്കിൽ ചാക്കിൽ ഇങ്ങനെ കാരയ്ക്കയും ലവലോലിക്കും ഒക്കെ പച്ചയ്ക്കും ഉപ്പിലിട്ടും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അന്നത്തെ 50 പൈസയ്ക്ക് ഇതൊക്കെ ഒരെണ്ണം കിട്ടും. 1 2 എണ്ണം ചിലർ തരും, ചിലർ ഒരെണ്ണമൊക്കെ തരും കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ബാക്കി പ്രിപ്പറേഷനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കാരയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ 4ആയിട്ട് അതിങ്ങനെ വരഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാവേ. ഇതേപോലെ നന്നായിട്ട് ഞാൻ വരഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനായിട്ട് നമ്മുടെ കാന്താരി മുളക് എടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഞെട്ടെല്ലാം കളഞ്ഞിട്ട് 2ആയിട്ട് കീറിയിട്ട് വേണേ അരിഞ്ഞിടാനായിട്ട്. പിന്നെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ കാരയ്ക്ക ഇട്ട് കൊടുക്കാവേ. കാരയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഇളക്കുന്നത് ഇത് നമ്മുടെ ചിരട്ടത്തവിയാണേ. ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമല്ലേ. അപ്പോൾ ആ തവി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി അടച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഇത് പൊട്ടി വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുക. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, എന്നിട്ട് നമ്മുടെ ഉപ്പിലിട്ടത് ഒരു സെറ്റല്ലാത്ത രീതിയിൽ കിടക്കും. ഇനി നമുക്കിതൊരു കണ്ണാപ്പിലോട്ട് മാറ്റാം. അതായത് ഈ വെള്ളം നമുക്ക് വേണ്ട, അത് ഊറ്റിയെടുക്കാം. ഈ വെള്ളം എടുക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരയ്ക്കയിൽ നല്ല കറ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ വെള്ളം എടുക്കാത്ത. ഇത് നമുക്ക് ഉപ്പിലിട്ടത് ടിന്നിൽ ഒഴിക്കാനുള്ള, ബോട്ടിലിൽ ഒഴിക്കാനുള്ള വെള്ളമാണ്. ഒരു ഇളം ചൂടുവെള്ളം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബോട്ടിലെടുത്ത് കുറച്ച് കാന്താരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത കാരയ്ക്കയും കൂടെ അതിൽ ചേർത്ത് പിന്നെ വീണ്ടും കുറച്ച് കാന്താരി മുളകും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് ബോട്ടിൽ നിറച്ച് വയ്ക്കുന്നുണ്ട്. ഇതൊരു ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല എരിവൊക്കെ പിടിച്ച് സെറ്റായിട്ട് നല്ല പഴങ്കഞ്ഞിയുടെ കൂടിയോ അല്ലെ വെറുതെ പറക്കി തിന്നാനായാലും അടിപൊളിയാണ്. ഇനി നമ്മുടെ ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നൊഴിച്ച് ഒരാഴ്ച വയ്ക്കാം. ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. കാരയ്ക്ക വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വെച്ച് ഒരാഴ്ചയോ കുറഞ്ഞതൊരു 2-3 ദിവസമെങ്കിലും ഒന്ന് സെറ്റാവാൻ വെച്ചേക്കണം. അപ്പോൾ എരിവെല്ലാം പിടിച്ച് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.